ഹായ് പാരമ്പര്യയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ശനിയാഴ്ച കാലത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തുണികളൊക്കെ കഴുകാട്ടതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടാണ്. തലേദിവസത്തെ കറികളൊക്കെ ചൂടാക്കിയതിന് ശേഷം കാപ്പി ഉണ്ടാക്കാൻ നിന്നു. നോക്കി നിൽക്കുമ്പോൾ തന്നെ തിളച്ച് പോയി. കുറച്ച് തിളച്ച് പോയുള്ളൂ. അപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു ദേ തിളക്കണു പാല് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓഫാക്കി. അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ കാലത്തെ പലഹാരം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാലിലും അതുപോലെ തന്നെ കോഴിമുട്ടയിലും മുക്കിയിട്ട് ഇത്തിരി നെയ്യ് തടവിയിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുത്ത് ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിമുട്ട ഒരു 2-3 പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. പിന്നെ പാലിലേക്കും തരി പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവും. എന്നിട്ട് ഞാൻ ഏറ്റവും ആദ്യം പാലിൽ മുക്കും. അതിനുശേഷം മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ട് ചെയ്യാം. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്തെടുത്തതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിക്കായിരുന്നു. അപ്പോൾ കാപ്പി കുടിക്കുന്ന സമയത്ത് ഭയങ്കര വർത്താനം സ്കൂളിലത്തെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഓരോ വിശേഷങ്ങളുണ്ടോ അവർക്ക് പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് നല്ല ടേസ്റ്റോട് കൂടി കഴിച്ച് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ കുഞ്ഞൻ്റെ അടുത്ത് പറഞ്ഞു പുസ്തകങ്ങളൊക്കെ എടുത്തോ പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് പഠിക്കാനിരിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്നല്ലെങ്കിൽ ബോക്സ്, അല്ലെങ്കിൽ ടേബിൾ, അല്ലെങ്കിൽ പേന, ഇങ്ങനെ പറഞ്ഞ് നടക്കും. അല്ലെങ്കിൽ ബാത്റൂമിൽ പോവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു 5-10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വന്നു കേട്ടോ. പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും പേന കാണാല്ലേ, ബോക്സ് കാണാല്ലേ, പിന്നെ എന്നെ ഒന്ന് കൊഞ്ചനും കുത്തി അങ്ങനെ പഠിക്കാനിരുന്നു. കുറച്ച് നേരം പഠിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് ചാള വറുക്കാണ്ടായിരുന്നു. ചാള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം ചാള വാങ്ങിയതിൽ ഫുള്ള് പല്ലിനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം വറുക്കണ സമയത്ത് ഏറ്റവും ആദ്യം ഉപ്പ് തിരുമ്പി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഉപ്പ് പിടിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരുമ്പി വെച്ചതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തിരുമ്പി വയ്ക്കുക. പിന്നെ പല്ലിനീന ഉണ്ടായിരുന്നു. അപ്പോൾ പല്ലിനും കൂടിയും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു മിക്സ് ചെയ്യണ ആ ഒരു പൊടികളിൽ തന്നെ ആ പല്ലിനും കൂടിയും തിരുമ്പി കൂട്ടി എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് വറുത്തു കൂട്ടാം ചോറുണ്ണാനായിട്ട്. അപ്പോൾ തലേദിവസത്തേലും കറികൾ കഴിക്കേണ്ടായിരുന്നു. തലേദിവസം വെച്ച ചിക്കൻ കറിയിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ മാങ്ങക്കറിയുടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും കൂടിയും കൂട്ടിയിട്ട് പിന്നെ ഞാൻ ചോറുണ്ണാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ മീനിൻ്റെ മുട്ട, പല്ലിയും പിന്നെ മീൻ വറുത്തത്, തൈര്, ചിക്കൻ കറി, പിന്നെ മാങ്ങക്കറിയുടെ ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഞാൻ ഒരു പിടുത്തം പിടിക്കായിരുന്നു. അപ്പോൾ കുഞ്ഞൻ എൻ്റെ കൂടെ വന്ന് ചോറുണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.